ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. കഴിഞ്ഞ ദിവസം വൻ മണ്ണിടിച്ചിലുണ്ടായ ദേശമംഗലം പഞ്ചായത്തിലെ കൊറ്റമ്പത്തൂർ പുതിയ ഉന്നതി കോളനിയിൽ ഉന്നതാധികാരികൾ ഒന്നിച്ച് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തഹസിൽദാർ ഉൾപ്പെടെ പഞ്ചായത്ത് വില്ലേജ് അധികൃതരാണ് സ്ഥലം സന്ദർശിച്ചത്. അത് ഇവിടെ ഉണ്ടായിരുന്ന, പക്ഷെ അവരുടെ എന്ന് പറഞ്ഞാൽ അത് അവര് ഇവിടെ ഞങ്ങൾ വരുന്നതിന് മുന്നുണ്ടായിരുന്നതാണ്. അപ്പൊ അവരുടെ എന്ന് പറഞ്ഞാൽ അപ്പൊ അതാ നമുക്ക് അതൊന്നും നോക്കണ്ട, വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയുള്ളൂ. നമുക്ക് അപകടം വിളിച്ചു വരുത്താതെ അത്രേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ എവിടേക്കാ ഓടണം, അപ്പൊ പറഞ്ഞു മാറി നിൽക്കുക. ഞങ്ങൾ എവിടേക്കാ പോണ്? കുറെ വാടകയ്ക്ക് പോയിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ച ആളും മരണപ്പെട്ടപ്പോ എത്ര രൂപകൾ കടന്ന് കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഞാൻ എവിടെ പോയിട്ട് ഇനി വാടകയ്ക്ക് ഓടുന്നു? എനിക്ക് പറ്റില്ല, മരിക്കാൻ ഞാൻ പൊട്ടത്തിന് മരിക്കാം. തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ സി സന്തോഷ്, ദേശമംഗലം വില്ലേജ് ഓഫീസർ എ.ബി. ഫിറോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ, വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ, പഞ്ചായത്ത് സെക്രട്ടറി ജസ്റ്റിൻ ലാൽ, ചെറുതുരുത്തി പോലീസ് എസ്.ഐ സതീഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് എസ്.ഐ സലീം തുടങ്ങിയവർ അടങ്ങിയ ഉന്നതതല സംഘമാണ് അപകട സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തിയത്. പുതിയ ഉന്നതിയിൽ കനത്ത മഴവെള്ളം ഒഴുകിപ്പോകുന്നതിന് കൃത്യമായ സൗകര്യങ്ങൾ ഇല്ലാത്തതും വെള്ളം കെട്ടിനിൽക്കുന്നതുമാണ് ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ പ്രധാന കാരണമെന്നാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ആവശ്യത്തിന് സംരക്ഷണ ഭിത്തി ഇല്ലാത്തതും ഈ ഭാഗത്തെ തകർച്ചയുടെ ആക്കം കൂട്ടിയിട്ടുണ്ട്. ഉന്നതിയിൽ കെട്ടിനിൽക്കുന്ന മഴവെള്ളം താൽക്കാലിക ചാലുകൾ നിർമ്മിച്ച് അടിയന്തരമായി ഒഴുകിക്കളയണമെന്നും വരും ദിവസങ്ങളിൽ ഇവിടെ പുതിയ അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും തഹസിൽദാർ സി സന്തോഷ് അറിയിച്ചു. മുൻപ് 2021 സമാനമായ രീതിയിൽ ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി വൻതോതിൽ മണ്ണൊലിപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഈ ഭാഗത്ത് വലിയ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കിയത്. പുതിയ ഉന്നതിയുടെ ബാക്കി വശങ്ങളിൽ കൂടി ഇത്തരത്തിൽ വലിയ സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചാൽ മാത്രമേ ഇവിടുത്തെ മണ്ണിടിച്ചിൽ ശാശ്വതമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയൂ എന്നുള്ളതാണ് നാട്ടുകാരും അധികൃതരും ഒരേപോലെ അഭിപ്രായപ്പെടുന്നത്. 2018 ഓഗസ്റ്റ് 15-നുണ്ടായ കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും പെട്ട് 4 പേർ മരണമടയുകയും 35ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്ത ദുരന്ത ഭൂമിയാണ് കൊറ്റമ്പത്തൂർ. അന്ന് ദുരന്തബാധിതരായ 19ഓളം കുടുംബങ്ങളെ സർക്കാർ വീട് വെച്ച് പുനരധിവസിപ്പിച്ച സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും മണ്ണിടിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉഗ്ര ശബ്ദത്തോടെ വലിയ പാറക്കല്ലുകൾ വീട്ടുപടിക്കിലേക്ക് പതിച്ചതിൻ്റെ നടുക്കം മാറാതെ കഴിയുകയാണ് കളപ്പുറത്ത് അസീസിൻ്റെ ഭാര്യ. പ്രദേശത്ത് 2 ദിവസമായി കനത്ത മഴ തുടരുന്നതിനാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ മണ്ണും ഭീമൻ പാറകളും ഇനിയും ഇടിയുന്നതിനും മരങ്ങൾ മറിഞ്ഞു വീഴുന്നതിനുമുള്ള സാധ്യത ഏറെയാണ്. അപകടകരമായ രീതിയിൽ നിൽക്കുന്ന വലിയ മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ഉന്നതതല സംഘം ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2015 ആ ഒരു പ്രളയത്തിൽ ഇവിടെ മുന്നേ മണ്ണിടിച്ചിലുണ്ടായി 4 ആൾക്കാർ മരണപ്പെട്ടിട്ടുള്ളൊരു അപകടം ഉണ്ടായ ഒരു പ്രദേശമാണ്. അവിടെയൊക്കെ വീണ്ടും മണ്ണിടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അറിയിച്ച് അതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. You are watching VCV News.